ഒഴിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഉദ്ദേശം അത് മനസ്സിലാക്കിക്കൊണ്ട്, അതിന് ഗുരുതരമായ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാർ സംഘടിച്ചു. പക്ഷെ അതൊരു ഒറ്റപ്പെട്ട ശബ്ദമായി മാറി. അത് ബാക്കിയുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതിന്റെ ഗുരുതരമായ പരിണിതമായ ഫലമാണ് നമ്മളെല്ലാവരും ഇപ്പൊ അനുഭവിക്കുന്നത്. അവര് ഘട്ടം ഘട്ടമായി ലൈസൻസ് സമ്പാദിച്ചു. നമ്മുടെ സമരം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക തന്നെ അവര് അതിന്റെ കോറിയുമായി ബന്ധപ്പെട്ട കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പൊ ദിനേന ദിവസം പ്രതി ഈ 6 മീറ്റർ പോലും ഇല്ലാത്ത ഈ പാതയിലൂടെ, ഈ കണ്ണമ്പാറ റോഡിലൂടെ 150-ലധികം ലോഡ് പാറ കിഴക്കൻ മേഖലയിലേക്ക് ആണ് കൂടുതലും പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിന് ഇപ്പോൾ ഒരു നയമുണ്ട്. നമ്മുടെയൊക്കെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി, അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇതിന് കൂടാതെ നാഷണൽ ഹൈവേയുടെ പണി നടക്കും. അപ്പോൾ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പാറയും അനുബന്ധ സാധനങ്ങൾ വേണം. അപ്പോൾ ഗവൺമെന്റ് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി. നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 5 ഏജൻസികൾ എങ്കിലും ഇതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ടത് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ആണ് ഇതിന് സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഇത് വന്ന് നമ്മുടേതായ ഈ പ്രദേശവാസികളായി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ സംശീകരിക്കേണ്ടതുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ നയത്തിന്റെ ഫലമായിട്ട് അവര് കൃത്രിമമായ മാർഗത്തിലൂടെയാണ് ലൈസൻസ് അവർ കരസ്ഥമാക്കിയത്. ജടായുപ്പാറയുമായി ബന്ധപ്പെട്ട്, ചടയമംഗലവുമായി ബന്ധപ്പെട്ട് വടക്കേരിയിൽ നിന്ന് പോലും ഒരു മലയെ കാണുവാനും അതിൻ്റെ പ്രത്യേകതകൾ ആസ്വദിക്കുവാനും ഇവിടെ എത്തുന്ന ആളുകൾ ഉള്ള ഒരു ഗ്രാമത്തിൽ തന്നെ അവിടുത്തെ ജനങ്ങൾ ആ ഗ്രാമത്തിൻ്റെ തന്നെ ഭാഗമായ എത്രയോ നൂറ്റാണ്ടുകൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഉൾപ്പെടെ കണ്ടു വളർന്ന നമ്മുടെ മലനിരകളെ സംരക്ഷിക്കാനായി സമരം ചെയ്യേണ്ടി വന്ന അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളും അവരുടെ ഏതെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി എത്തിയവരല്ല എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ സമരം ചെയ്യേണ്ടി വരുന്നവരാണ്. ഓരോ സമരവും യഥാർത്ഥത്തിൽ സമരത്തിലേക്ക് പോകുന്ന ആളുകൾ സമരം ചെയ്യുന്നത് ഒരുപക്ഷെ വേതന വർധനവിന് വേണ്ടിയായിരിക്കാം, കൂടുതൽ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കാം, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. നമ്മളൊക്കെ സമരം ചെയ്യുന്നത് വ്യക്തിപരമായി ഇല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തികമായ ഗുണം, സാമൂഹികമായ സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ലാഭത്തിന് അപ്പുറം ഈ നാട്, ഞാൻ ജനിച്ച മണ്ണ് ഇതുപോലെ നിലനിൽക്കുകയും എൻ്റെ വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ടത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാന്മാരും മഹതികളുമുള്ള ഈ നാട്ടിലാണ് ഈ സമരം നമ്മൾ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇനി ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി വിമൽ സാർ. അടുത്തതായി ഇത് ഈ കോറിയുമായി പ്രവർത്തിക്കുമ്പോഴേ ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ കിട്ടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കാൻ ഏറെ ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ വർണ്ണിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ ഈ ഗ്രാമത്തിൽ ഞങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരാൻ ഈ രാവിലെ ഇരിക്കുന്ന വനിതകൾ എന്നോട് ചോദിച്ചു, സാറേ നീലണ്ണ സാർ വരുമോ, വന്നാൽ സാർ വിചാരിച്ചാൽ എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയും? തീർച്ചയായും കഴിയും. സാറിനെ പോലുള്ള ആൾക്കാരെ സഹായിക്കാൻ കഴിയും, സാറ് തന്നെ പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ നീലാണ്ട് സാറിനെ ഈ ഗ്രാമത്തിന്റെ പേരിൽ, ഈ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ, കോറി വിരുദ്ധ സമിതിയുടെ പേരിൽ, ഈ പൗരാവലിയുടെ പേരിൽ, ഈ സമരത്തിന്റെ പേരിൽ, ഈ ഉപവാസ സമരത്തിന്റെ പേരിൽ, എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിസ്ഥിതി പ്രവർത്തനം തരുന്ന പുനരുജ്ജീവിക്കപ്പെടുന്ന സമ്പത്തുകൾ പരമാവധി മതി. ബാക്കി സമ്പത്തുകളുടെ ഉപയോഗം കുറയ്ക്കണം. ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ജീവിക്കണം. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിന് ശേഷം കേരള നിയമസഭാ സമിതി
സഖാവ് മുല്ലക്കര രത്നാകരനായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ സമിതി എഴുതിയ ഒരു റിപ്പോർട്ടുണ്ട് ഇവിടെ. ആരെങ്കിലും അതെടുത്തൊന്ന് വായിക്കണം. നിയമസഭാംഗങ്ങൾ വായിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ആരെങ്കിലും വായിച്ചാൽ ഇനി കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ അത് ഇവിടുത്തെ ദുരന്ത നിവാരണ സാധ്യതയെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ. നീരൊഴുക്ക് തടയപ്പെടുന്ന രൂപത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. മലകൾ ഇടിക്കുന്നത്, പാറക്കോറുകൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം എന്നതിൽ എഴുതി വച്ചിട്ട് നമ്മൾ ചെയ്ത പണി 200 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആക്കുക. ഇതാണ് നമ്മൾ ചെയ്തത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സമരം ഒരു രാത്രി കൊണ്ട് തീരുന്ന സമരമല്ല. കാരണം അപ്പുറത്തുള്ളവർ അതിശക്തരാണ്. ഏത് അധികാര കേന്ദ്രത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ള സാമ്പത്തിക ശക്തിയുള്ള ആളുകളാണ്. പക്ഷേ അതിനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയെ രാജ്യത്തുള്ളൂ. അത് ജനങ്ങളുടെ പോരാട്ട വീര്യമാണ്. കൊക്കോകോള പോലെയുള്ള ഒരു വൻകിട കമ്പനി കേരളത്തിന്റെ മണ്ണിൽ ലോകത്താദ്യമായി ജനങ്ങളുടെ പ്രക്ഷോഭണം കൊണ്ട് പൂട്ടിയത് പാലക്കാട് ജില്ലയിലും പെരുമാട്ടിയില്ല, വാച്ചുമടയില്ല. ഞാൻ പറഞ്ഞത് ജനകീയ പ്രക്ഷോഭം കൊണ്ട്, ജനങ്ങളുടെ ജാഗ്രതായ പ്രവർത്തനം കൊണ്ട് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ജാഗ്രതായ ഒരു ജനതയ്ക്ക് മാത്രമേ ജനാധിപത്യത്തിന് അർഹതയുള്ളൂ എന്നാണ്, നിയമവാഴ്ചയ്ക്ക് അർഹതയുള്ളൂ എന്നാണ്. അപ്പൊ തീർച്ചയായും ജാഗ്രതായ ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കം നിങ്ങളുടെ സമരപ്പന്തലിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട്. പെരുമാറ്റി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൊക്കോകോളയെ പൂട്ടിക്കാൻ നിന്നതുപോലെ ചടയമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ കോറികൾ പൂട്ടിക്കാൻ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരിൽ നിന്ന് ഞാൻ ആ നീതി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. ഇവിടെ പങ്കെടുക്കുന്ന, സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും, ഇതിനെ പിന്തുണയ്ക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ പെരുമഴയിലാണെങ്കിലും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി പറയുന്നു. അഭിവാദ്യങ്ങൾ. ജയ്. നമ്മുടെ ഈ സമരസമിതിയുടെ പ്രവർത്തനങ്ങളെയും അതിന്റെ ലക്ഷ്യങ്ങളെയും കുറിച്ചെല്ലാം റംല സാറിവിടെ വളരെ വിശദമായി പറയുകയുണ്ടായി. ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഉദാസീനതയുടെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ ഇത്തരത്തിലുള്ള സമര പരിപാടിയിലേക്ക് പോകേണ്ടതായി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശബ്ദവും സമയവും സമ്പത്തും ഒഴുക്കി വിജയം കണ്ടേ അടങ്ങൂ എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യമായി എൻ്റെ ആശംസ. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം വരുന്നതിന് ഈ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും മാനസികമായി സമ്മതമല്ല. അത് സമ്മതമല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ ഇവിടെ പ്രസംഗിച്ചവർ സവിസ്തരം പറഞ്ഞു. ഒന്ന്, ഈ പ്രദേശത്തിന്റെ നാശമാണില്ല എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനത്തിന്റെ ആദ്യ ചുവടുവെപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാറക്വാറികൾക്കെതിരെയുള്ള സമരം നടത്തുന്നവരെയൊക്കെ വികസന വിരോധികളെന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. എന്ത് വികസനമാണ് ഈ പാറക്വാറികൾ കൊണ്ട് ഈ പോരേടം നിവാസികൾക്ക് ലഭിക്കുന്നത്? നമ്മുടെ ആരുടെയെങ്കിലും വീട് വയ്ക്കാൻ കൊണ്ടുപോകുന്ന പാറയല്ല ഇത്. ഇവിടെ ഒരു സ്കൂളോ ആശുപത്രിയോ വായനശാലയോ സാമൂഹിക കേന്ദ്രങ്ങളോ തുടങ്ങുന്നതിന് വേണ്ടിയല്ല ഈ പാറ കൊണ്ടുപോകുന്നത്. ഇത് കൊണ്ടുപോകുന്നത് അദാനിയെ പോലുള്ള വൻകിട കുത്തകം. ഇവിടെ ഒരു കോറിക്ക് പ്രവർത്തന അനുമതി കിട്ടി. ഇനി പല കോറികൾ കല്ലടത്തണ്ണി കേന്ദ്രീകരിച്ചും കൊണ്ട് ഇവിടെ കണ്ണമ്പാറ കേന്ദ്രീകരിച്ചും നിരവധി കോറികൾക്ക് വേണ്ടി അനുവാദത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോറികളെല്ലാം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ആവാസ വ്യവസ്ഥയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇതുപോലെ ചെറിയ വെളുന്നല്ലൂർ ഒരു 200-ൽ പരം ദിവസം ഉപവാസ സമരവും സത്യാഗ്രഹവും ഒക്കെ നടത്തുകയുണ്ടായി. അതിൽ ഒരു ദിവസം സായാഹ്ന ധർണ ഞാൻ ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തു. അതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അത് നിർത്തിവെച്ചു എന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയെ വളരെ
മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ചില മാഫിയ കോറി സംഘങ്ങൾ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ തന്നെ കണ്ണുവേണം ഇരുപുറം എപ്പോഴും കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്ക് ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്ന് നമ്മുടെ ഇത് പറഞ്ഞിച്ചു പോലെ എനിക്ക് തീരെ വയ്യെങ്കിലും എത്ര വയ്യെങ്കിലും ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും ഇതിന്റെ നേതാക്കന്മാർ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർ, ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ, അവർ വിളിച്ചാൽ അവരെവിടെ പറഞ്ഞാലും പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിന് യാതൊരു വിഷമവും. സംസാരിച്ചവരൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്കും വരുന്ന തലമുറയ്ക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ പ്രകൃതി വിഭവങ്ങളൊക്കെ തന്നെ സംരക്ഷിച്ചേ മതിയാവൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ നാടിലെ പാറയും മണ്ണും ഒക്കെ തന്നെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കണ്ണമ്പാറ, കല്ലടത്തണ്ണി കോറികൾക്കെതിരെ ആണ് ഇപ്പോൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളം അറിയപ്പെടുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈദരാബാദിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. സാറ് റിട്ടയർഡായി ഹൈദരാബാദിലെ നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ രാജ്യത്തിന് വേണ്ടിയുള്ള ചില നിർമ്മാണ സാമഗ്രികൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അതിന്റെ നേതൃത്വം നൽകുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് കൂടിയാണ് CR നീലകണ്ഠൻ സാറ് എന്ന് പലർക്കും അറിയില്ല. അദ്ദേഹത്തെ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. ഈ സമരത്തിൽ 2 വിഭാഗം ഡിപ്പാർട്ട്മെന്റുകൾ തീരുമാനിച്ചാൽ ഇത് എന്നേക്കുമായി ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും. 2 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം തീരുമാനിച്ചാൽ മതി. കാരണം ഞാനിതിന്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഏകദേശം 88-90 ഏക്കറോളം ഭൂമി മുത്തൂറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാനേജ്മെന്റ് മുതലാളിക്ക് പണ്ടേതോ കാലത്ത് ഇത് പാട്ടത്തിനും മറ്റുമൊക്കെ ആയിട്ട് നൽകി. സെക്രട്ടറി ജിഷാദ്, സലീം കൂട്ടുംപുറം, അടുത്തൊരു സഹോദരിയാണ് മിനി. ഒരു സഹോദരിയാണ് സുനി.